മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാൽ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭള്ളലുള്ളിലയാത്ത നിർമ്മലതയും നിസ്വാർത്ഥമാം ഭക്തിയും ഉള്ളിൽ പെയ്തലിഞ്ഞ ഭഗവൽ സപ്താഹപീയൂഷവും തള്ളിത്തള്ളി നിറഞ്ഞുയർന്നമൃതമാം സത്കീർത്തി തന്മൂർത്തിയാം മള്യോർ ശങ്കരവിപ്രവർയസുകൃതം തുഭ്യം നമസ്തേ നിശം. സദ്ഗുരുഭ്യോ നമഃ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. പതിവുപോലെ ഉള്ള ആൾക്കാരെയൊക്കെ കാണുന്നില്ല. എന്തായാലും നമുക്ക് ആരംഭിക്കാം. ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ അല്ലേ, നല്ല ഉച്ച സമയമാണ്. തമോ ഗുണപ്രധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം. അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. ഏത് സമയവും നമുക്ക് അല്ലേ സത്വഗുണപ്രധാനത്തോടു കൂടി തന്നെ ഇരിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് തൽക്കാലമുള്ള ആ ഭൗതിക വ്യവഹാരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ എല്ലാം താഴെ വെച്ച് തുറന്ന മനസ്സോടുകൂടി ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് വരാം. ഭാഗവതത്തിൽ
എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള തത്വവിചാരങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത് മുഴുവൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ മനസ്സിൽ ശുദ്ധതയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തെളിഞ്ഞു വരുള്ളൂ, അല്ലേ? നമ്മൾ പറഞ്ഞു, ഒരു ഗ്രന്ഥമായിക്കോട്ടെ, ഒരു ഗുരുനാഥനായിക്കോട്ടെ, ലക്ഷ്യസ്ഥാനം കാണിച്ചു തരിക മാത്രമേ ഉള്ളൂ. അതിനെ വീണ്ടെടുക്കേണ്ടത് എങ്ങനെയാണ്? നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് അതിനെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് തുറന്ന മനസ്സോടുകൂടി തന്നെ, ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെ ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് വരാം. മനസ്സ് പല രീതിയിലുള്ള വികാരങ്ങളിൽ അടിപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അതിനെയൊക്കെ ഒന്ന് കുറച്ചു നേരത്തെ എല്ലാ ഭാരങ്ങളും, അല്ലേ, നമ്മൾ പതിവ് പോലെ പറയുന്ന പോലെ തന്നെ ഇന്ദ്രിയങ്ങൾ പല അവസ്ഥയിലേക്ക് നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. ആ ഇന്ദ്രിയങ്ങളെ നമുക്ക് പിടിച്ചു വലിച്ച് ഭാഗവതത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കുറച്ചു നേരത്തേക്ക് നമ്മൾ എല്ലാം മറന്ന് ഭാഗവതത്തിന് മുമ്പിലിരിക്കുക. മനസ്സ് ചാഞ്ചല്യം ഇല്ലാണ്ട് ഇരിക്കുവാൻ വേണ്ടി. ബാത്റൂം. പിന്നീട് സദാചാരം, ഭാഗവതത്തിൽ പറയുന്ന കഥകളായിക്കോട്ടെ, അതുപോലെ തന്നെ തത്വവിചാരങ്ങളായിക്കോട്ടെ, വിശ്വാസപൂർവം ആ വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. മുത്തശ്ശൻ്റെ ഒരു പുതിയ ഇതുണ്ട്, വെള്ള ഇതുള്ള, മുത്തശ്ശൻ്റെ കയ്യിൽ അവിടെ ഇരിപ്പുണ്ട്, വെള്ള അടപ്പുള്ള ഇതുപോലത്തെ. അപ്പം അങ്ങനെ ആ വിശ്വാസത്തോടു കൂടി തന്നെ അതിനെ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഉപകരിക്കുകയുള്ളൂ. അപ്പം അതും അങ്ങനെ 3 കാര്യങ്ങൾ. പിന്നീട് ഭാഷ, ആധ്യാത്മിക ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലേ, നമുക്ക് സ്വീകരിക്കേണ്ടത്. ശരി, ഇനി എന്തായിരുന്നു നമ്മൾ ഇന്നത്തെ അനുസ്മരിച്ച 4-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ചെറിയ വിവരണം, അല്ലേ? ആദ്യം തന്നെ ആ ചോദ്യങ്ങൾ 3 അധ്യായങ്ങളെ കൊണ്ട് ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞതിന് ശേഷം 4-ാമത്തെ അധ്യായത്തിൽ ചോദിച്ചു, ഈ ഭാഗവതം എവിടെ നിന്നാണ് വരുന്നത്, ഏത് യുഗത്തിലാണ് ഇതുണ്ടായതെന്നൊക്കെ ചോദിച്ച ചോദ്യം. അതിൽ നിന്ന് നമുക്ക് 3 പ്രതിഭാ സംഗമത്തെ കാണിച്ചു തരുന്നു, അല്ലേ? 6 പ്രതിഭകളെ കാണിച്ചു തന്നു. സൂതൻ, ഉഗ്രശ്രവസ്, ശൗനകാദികൾ, പിന്നെ വേദവ്യാസൻ, നാരദ മഹർഷി, ശ്രീശുഖബ്രഹ്മർഷി, പരീക്ഷിത്ത് രാജാവ്. അപ്പം ഈ പ്രതിഭകളുടെ ആ പ്രതിഭാ സംഗമത്തിൽ നിന്നും അവലോകനം ചെയ്യുന്നതായിട്ടുള്ള വിഷയം ഭാഗവതമാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രസക്തി മുഴുവൻ ഏതിനാണ്? ഭാഗവത ഗ്രന്ഥത്തിനാണ്. അപ്പം ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മഹത്വം തന്നെയാണ് ആദ്യം ശൗനകാദികൾ സൂതനോട് അങ്ങോട്ട് പറഞ്ഞത്, അല്ലേ? അപ്പം സൂതൻ ആ ശൗനകാദികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടുന്ന് മറുപടി പറയാൻ തുടങ്ങി. ഒരു വെള്ള ഡെപ്പി ഉണ്ടെന്ന്, പുതിയൊരു കണ്ണാടി ഒഴുകി കിട്ടിയതാണ്. അപ്പം ആ ശൗനകാദികൾ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇനി സൂതൻ, അല്ലേ, ഭാഗവതത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഗൗരവപരമായിട്ട്. കാരണം ഓരോരുത്തർക്കും, ഓരോ ശിഷ്യന്മാർക്കും ഓരോ തലമുണ്ട്. അപ്പം ആ തലത്തിനനുസരിച്ച് വേണം പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, പിന്നീട് സൂതൻ പറഞ്ഞു തുടങ്ങി, അല്ലേ? വേദവ്യാസ മഹർഷിയുടെ, പരാശര മഹർഷിയുടെയും സത്യവതിയുടെയും പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷി ദ്വാപര
യുഗത്തിൻ്റെയും അവസാനവും കലിയുഗത്തിൻ്റെ ആരംഭവുമായിട്ടുള്ള യുഗസന്ധ്യയിൽ വേദവ്യാസൻ ജനിച്ചു എന്നും ആ വേദവ്യാസൻ തൻ്റെ വ്യാകുലമായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് വ്യാകുല? ദുർഭഗാംശ ജനാൻ വീക്ഷ്യ, ദുർഭഗന്മാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ കണ്ട് വ്യാകുലപ്പെട്ട് ചിന്താമഗ്നനായിക്കൊണ്ട് ശമ്യാപ്രാസത്തിൽ ഇരുന്ന് ആ തൻ്റെ ആത്മസന്തോഷത്തിന് എന്താണ് അകാരണം എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ കാരണം എന്താണ്, ആത്മസന്തോഷമില്ലായ്ക എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതിനെ ആത്മഗതം ചെയ്യുന്നു. അങ്ങനെ ആത്മഗതം ചെയ്യുമ്പോഴാണ് അവിടെ തനിക്ക് തൻ്റെ ചോദ്യങ്ങൾക്ക്, അതാണ് ഈ ശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ജിജ്ഞാസുക്കൾ എന്ന് പറയും, എന്തെങ്കിലുമൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഉത്തരം അവർക്ക് തന്നെ കിട്ടിക്കോളും. ആഗ്രഹം മാത്രം മതി. ഭാഗവതത്തിന്റെ വിഷയത്തിൽ ആണെങ്കിലും അതെ, ഏത് വിഷയത്തിലാണേലും ആ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ഉപാധി ഭഗവാൻ കൊണ്ടുതരും എന്നുള്ളത് പോലെ തന്നെ ഇതാ അവിടെ നാരദ മഹർഷി അവിടെ എത്തി അല്ലേ. നാരദ മഹർഷി വന്ന് നാരദ മഹർഷി ആരാണ്? ആ ഈശ്വര ചിന്ത ചെയ്യുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരെ, ഈശ്വരചിന്ത ആഗ്രഹിക്കുന്നവരെ അവരുടെ ആ ഈശ്വരനിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മമാണ് നാരദ മഹർഷിയുടെ ഉള്ളിലുള്ളത്. അപ്പോ ആ നോക്കിയോ ബാക്കി എവിടെയെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആ കണ്ണാടി എടുത്ത് ഇവിടെ ഇരിക്കുന്നില്ലല്ലോ. ആരാണോ ഈശ്വരനിലേക്ക് എത്താൻ തയ്യാറായിട്ടിരിക്കുന്നവരെ ഈശ്വരങ്കലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക, അതാണ് നാരദ മഹർഷിയുടെ ദൗത്യം. അങ്ങനെ ആ നാരദ മഹർഷിയെ വിധിയാവണ്ണം പൂജിച്ച് ഇരുത്തി അല്ലേ. അവിടം വരെയാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിൽ അനുസ്മരിച്ചത്. ഇനി 5-ാമത്തെ അധ്യായം ആരംഭിക്കാം. അതുപോലെ തന്നെ ഇന്നലത്തെ നമ്മളുടെ ചോദ്യങ്ങൾ അല്ലേ, 3 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ മുത്തശ്ശൻ്റെ മുറിയിലെ ഒരു ഇതിലിരിപ്പില്ലേ, ഇത് മൊബൈൽ വെക്കുന്നതിനകത്ത് ഒരു കണ്ണട, പൊട്ട കണ്ണട, അതിനകത്ത് അത് നോക്കുന്നേ, ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. നോക്ക്, മുത്തശ്ശൻ്റെ മേശപ്പുറത്തെ എല്ലാം ഇതിനകത്ത് കാണുന്നു. ഈ പിന്നെ പൊട്ടിയൊരു കണ്ണടയുണ്ട്. അപ്പം 5-ാമത്തെ അധ്യായത്തിൽ തുടക്കം തന്നെ പറയുകയാണ്, അഥ തം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാഹ ദേവർഷിപ്രാഹ വിപ്രഷിം വീണാപാണി സ്മയന്നിവ. ദേവന്മാരുടെ ഋഷി ആയിട്ടുള്ള, അല്ലെങ്കിൽ ദേവന്മാരിൽ ഋഷിയെ പോലെ ജീവിക്കുന്ന ആ നാരദ മഹർഷി, അതുപോലെ തന്നെ വിപ്രന്മാരുടെ കൂടെ ഋഷിയെ പോലെ ജീവിക്കുന്നതായിട്ടുള്ള വേദവ്യാസ മഹർഷി, ആ നാരദ മഹർഷിയെ ഒരു ഇരിപ്പിടം കൊടുത്ത് പൂജിച്ച് കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരിപ്പിടം കൊടുത്ത് അവിടെ ആ വേദവ്യാസന്റെ ആ മുഖത്തെ പരിഭ്രമം മനസ്സിലാക്കിക്കൊണ്ട് എന്ന് വേണേൽ പറയാം. കാരണം നാരദ മഹർഷിയുടെ ജ്ഞാനം കൊണ്ട് ആരൊക്കെയാണോ ഈ എന്താ പറയാ ഭഗവത് സന്നിധിയിലേക്ക് എത്താൻ
തയ്യാറാകുന്നത് അവരെയൊക്കെ ജ്ഞാനദൃഷ്ടിയിലൂടെ വേദവ്യാസ മഹർഷിക്ക് കാണാൻ സാധിക്കുന്നു. കാണില്ല. അപ്പോ ആ നാരദ മഹർഷി മനസ്സിലാക്കിക്കൊണ്ട്, അതാണ് അവിടെ സ്മയന്നിവ എന്ന് പറയുന്നത്. അഥതം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാഹ ദേവർഷിപ്രാഹ വിപ്രഷീം വീണാപാണി സ്മയന്നിവ. ഒരു തൂമന്ദഹാസത്തോടുകൂടി ആ നാരദ മഹർഷി വേദവ്യാസ മഹർഷിയെ ഒന്ന് നോക്കി എന്നാണ് പറയുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഒരു തൂമന്ദഹാസത്തോടു കൂടി എന്ന് പറഞ്ഞാൽ, എന്താണ് വേദവ്യാസ മഹർഷിയുടെ ന്യൂനത എന്നുള്ളത് ജ്ഞാനിയായിട്ടുള്ള ശ്രീനാരദ മഹർഷിക്ക് അറിയാം അല്ലേ? ശ്രീനാരദ മഹർഷി വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് മന്ദഹസിച്ചുകൊണ്ട് വേദവ്യാസ മഹർഷിയോട് സംസാരിച്ചു എന്ന് പറയുകയാണ്. കാരണം എന്തുകൊണ്ടാണ് വേദവ്യാസ മഹർഷിക്ക് ഇപ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടാത്തത്? കാരണം എല്ലാം ആ ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് ജീവിക്കുന്നിടത്തോളം കാലം എപ്പോഴും ജ്ഞാനത്തിന് ഭ്രംശം വന്നുകൊണ്ടിരിക്കും അല്ലേ? നമ്മൾ പറയാറുണ്ട്, എത്രയൊക്കെ നമുക്ക് ജ്ഞാനം കിട്ടിയാലും നമ്മൾ അതിനെ എപ്പോഴും എന്ത് ചെയ്യണം? അതിനെ നിലനിർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ അത് സ്ഥായിയായിട്ട് നിൽക്കുകയുള്ളൂ. പക്ഷേ അപ്പോൾ ഇവിടെയും ഇത്രയൊക്കെ ധർമാധർമ്മങ്ങളെ വേണ്ട രീതിയിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് വേദവ്യാസ മഹർഷി പറയാൻ, അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാരതം പോലെയുള്ള ബൃഹത് ഗ്രന്ഥം നിർമ്മിച്ച് കൊടുക്കാൻ തയ്യാറായി. എന്നിട്ടും അവിടെ നിന്ന് ഒരു ഫലമുണ്ടായില്ല എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടാണ്? അപ്പം യഥാർത്ഥമായിട്ടുള്ള ഒരു അനുഭവം തനിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തനിക്ക് അനുഭവമായെങ്കിൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അത് വേണ്ട രീതിയിൽ അനുഭവമായിട്ട് വരുള്ളൂ. ഓക്കെ. പിന്നെ ഈ നാരദന്റെ ഡ്യൂട്ടി പറഞ്ഞു അല്ലേ? നാരം പരമാത്മക വിഷയം ജ്ഞാനം യോ ദദാതീതി നാരദ. എന്താണ്? തൻ്റെ ഉള്ളിലുള്ള ആ പരമാത്മ ചൈതന്യത്തിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് നാരദന്റെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നാരദ മഹർഷി അത് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ചോദിക്കുകയാണ്. നാരദൻ ചോദിച്ചു, പാരാശര്യ മഹാഭാവുക ഭവതഃ കച്ചിദാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവച. നല്ല ചിരിച്ചുകൊണ്ട് തന്നെ ആ നാരദ മഹർഷി ചോദിക്കുകയാണ്, അല്ല വേദവ്യാസ മഹർഷി എന്നല്ല വിളിച്ചത് അവിടെ, പിന്നെ എന്താണ് വിളിച്ചത്? പരാശരന്റെ പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷി. അതെന്തിനാണ്? കുറച്ചും കൂടെ ഈ സാധാരണ രീതിയിൽ ഒരാളെ, നമ്മളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, അവരെ ആദ്യം അവരുടെ ഗുണങ്ങളെ ഉയർത്തി പറയുക അല്ലേ? അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കൽ ജോത്സ്യന്റെ കാര്യവും പറഞ്ഞു അല്ലേ? ഒരു ജോത്സ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം എന്ത് ചെയ്യും? നല്ലൊരു ജോത്സ്യനാണെങ്കിൽ ആദ്യം അദ്ദേഹത്തിനുള്ള നല്ല ഗുണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞു കൊടുക്കും. ആ ഗുണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട്,
എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് പറയുള്ളൂ. അപ്പൊ കാരണം ഈ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കിന് ഒന്ന് ശാന്തമാവും, അവിടെ ഒന്ന് മനസ്സൊന്ന് സമാധാനമാവും. അതുപോലെ തന്നെ ഇവിടെ വേദവ്യാസ മഹർഷിയെ നാരദ മഹർഷി എന്ത് ചെയ്തു? ആദ്യം തന്നെ ഒന്ന് ഉയർത്തി അവിടുന്ന്. പാരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസയേവച. പരാശരന്റെ മകനായിട്ടുള്ള വേദവ്യാസ എന്നാണ് അവിടെ ആദ്യം തന്നെ പറഞ്ഞത്. എന്താണ് പരാശര മഹർഷിയുടെ മകൻ എന്നുള്ള പറയാൻ കാര്യം? കാരണം അത്ര കണ്ട് ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് വിശകലനം ചെയ്യുവാനുള്ള ഒരു ആധികാരിത്വം തൻ്റെ കുലത്തിൽ നിന്നും കിട്ടിയ വേദവ്യാസ അല്ലേ. പരാശര മഹർഷിയാണ് വിഷ്ണു സംഹിത രചിച്ചത്. ഒരു ബൃഹത് ഗ്രന്ഥമാണ് വിഷ്ണു സംഹിത. അതൊക്കെ വിഷയം ബ്രഹ്മവിഷയം തന്നെ. അപ്പം ആ ബ്രഹ്മവിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള വിഷ്ണു സംഹിത രചിച്ചതായിട്ടുള്ള പരാശര മഹർഷിയുടെ പുത്രനായിട്ടുള്ള വേദവ്യാസ മഹർഷി പിന്നെ മഹാഭാഗ, ഇത്ര കണ്ട് ഭാഗ്യം സിദ്ധിച്ച ഒരാളില്ല. കാരണം വേദങ്ങളെ തൊട്ട് ഒരു പഠിതാവ് എന്നുള്ള രീതിയിൽ വേദങ്ങളെ വിശകലനം ചെയ്ത് പഠിച്ച് അതിൻ്റെ രണ്ട് രീതിയിലും അതിനെ വ്യാഖ്യാനിച്ച് തർക്കിച്ച് വ്യാഖ്യാനിച്ച് ഒരു ഉത്തമമായിട്ടുള്ള ഒരു ഗ്രന്ഥത്തെ അങ്ങേക്ക് തയ്യാറാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ഈ വേദങ്ങളിൽ നിന്നും പുരാണങ്ങളിൽ എല്ലാം കഴിഞ്ഞ് ആ മഹാഭാരതം എന്നുള്ള ഇതിഹാസം അങ്ങേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള വേദവ്യാസ, അത്ര കണ്ട് മഹാഭാഗ ഭവത കച്ചിതാത്മന. എന്താണ് അങ്ങേക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പരിതുഷ്യതി ശാരീര ആത്മാ മാനസ. നാരായണ 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 നാരായണ. അപ്പോ ആ ശരീരത്തില് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഭൗതികമായിട്ടുള്ള ജ്ഞാനത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള ആത്മജ്ഞാനം കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ബോധസ്വരൂപിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവിടെ ദുഃഖം വരരുതാത്തതാണ്. അതുകൊണ്ടാണ് എടുത്തു ചോദിച്ചത് പരിതുഷ്യതി ശാരീര ആത്മാ മാനസയേവച. അങ്ങേക്ക് ശരീരത്തിന് എന്തെങ്കിലും അസൗഖ്യമുണ്ടോ? മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ ഒരു മനസ്സിനൊരു വിഷാദം അങ്ങയുടെ മുഖത്തുനിന്ന് കാണുന്നത് എന്ന് വേദവ്യാസ മഹർഷിയോട് ചോദിച്ചു. അപ്പൊ അവിടെ ഈ ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം അല്ല, ചോദ്യത്തിന്റെ ഒക്കെ ഉള്ളിൽ ഒരു സൂക്ഷ്മാർത്ഥം കിടപ്പുണ്ട്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നാണ് പറയുക. എന്താണ്? വ്യാസന്റെ ഉച്ഛിഷ്ടം എന്തോ അതേ ഉള്ളൂ ഇന്ന് ലോകത്തുള്ളത് മുഴുവൻ. അപ്പൊ വ്യാസൻ ആരാണ്? അപ്പൊ ഇത്ര കണ്ട് ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ആ ജ്ഞാനിയായിട്ടുള്ള വേദവ്യാസന് ഇങ്ങനെ ഒരു ദുഃഖം വരാൻ യാതൊരുവിധ കാരണങ്ങളും കാണുന്നില്ല. കാരണം എല്ലാ മേഖലകളിലും വേദവ്യാസ മഹർഷി എത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവാൻ കാരണം? പിന്നെ മൂന്നാമത്തെ ശ്ലോകം, ജിജ്ഞാസിതം സുസമ്പന്നം അപിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. അങ്ങ് ജിജ്ഞാസിതം സുസമ്പന്നം അല്ല, ജിജ്ഞാസിതം സുസമ്പന്നം അപിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. ഇത്ര വ്യാകുല ചിത്തനാകേണ്ട കാര്യമില്ല. കാരണം അങ്ങ് അറിയേണ്ടത് എന്തിനെയാണ്? ബ്രഹ്മത്തെ അല്ലെ. അപ്പം ജിജ്ഞാസിതം സുസമ്പന്നം അപിതേ മഹദത്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം.
അവിടെ പറയാണ്, മഹാഭാരതം പോലെയുള്ള ബൃഹത് ഗ്രന്ഥം അങ്ങ് എഴുതിയത് തന്നെ അങ്ങയുടെ ആ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ധർമ്മവും അർത്ഥവും ധർമ്മം അതുപോലെ അധർമ്മം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ധരിച്ചുകൊണ്ട് ആ ധർമാധർമ്മങ്ങളെ വിവക്ഷിച്ചുകൊണ്ട് സാക്ഷാൽ ബ്രഹ്മം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത്, ബോധസ്വരൂപനായിട്ടുള്ള ആ ഈശ്വരനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അങ്ങേക്ക് ഉറപ്പിച്ചു പറയണമെങ്കിൽ ജിജ്ഞാസിതം അധീതം ച, അങ്ങ് അതിൽ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എത്ര അത്ഭുതത്തോടുകൂടി തന്നെയാണ് ആ ഒരു ഗ്രന്ഥം എഴുതിയിരിക്കുന്നത്. ഇത്രയൊക്കെ എഴുതിയതിന് ശേഷമാണ് അല്ലെ, ഊർധ്വബാഹുർ വിരൗമ്യേഷ നചകശ്ചിൽ ശൃണോതിമേ ധർമാദർദ്ധശ്ച കാമശ്ച സധർമ്മ കിംന്നു സേവ്യത്തെ. രണ്ട് കൈ ഉയർത്തി ചോദിക്കുകയാണ് ആൾക്കാരോട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഭാരതത്തിന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരാത്തത്? സധർമ്മ കിംന്നു സേവ്യത്തെ, എന്തുകൊണ്ട് നിങ്ങൾ ധർമ്മം ചെയ്യാൻ തയ്യാറാവുന്നില്ല? അതിൽ പറയുന്നു, ധർമ്മേച അർത്ഥേച കാമേച മോക്ഷേച ഭരതർഷഭ ഇതിഹാസി യതന്യത്ര എന്നേ ഹാസ്തി നക്വചിൽ. ശാസ്ത്രത്തിന്റെ മഹത്വം പറയുകയാണ്. ഇതിഹാസ്തി യതന്യത്ര, ഇതിലുള്ള അറിവുകള് എവിടെ ചെന്നാലും കാണാൻ സാധിക്കുകയില്ല. മഹാഭാരതമുള്ള പോലെയുള്ള ബൃഹത് ഗ്രന്ഥത്തിലുള്ള സകലമാന വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അറിവും അതിൽ കാണിക്കുന്നു. അപ്പൊ ആ ഭാരതത്തില് ഉള്ള അറിവുകൾ വെച്ച് ഈ അറിവുകള് മറ്റൊരു ദിക്കിൽ ചെന്നാൽ കാണാൻ സാധിക്കില്ല, മറ്റൊരു ഗ്രന്ഥം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുകയില്ല. പിന്നെയോ എന്നേ ഹാസ്തി നക്കുജിൽ, ഇനി മറ്റുള്ളവയിൽ ഉള്ള ഏത് ജ്ഞാനമായിക്കോട്ടെ അതെല്ലാം എന്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്? മഹാഭാരതത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത്രയും ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ഉത്തമ സൃഷ്ടി തന്നെയാണ് ശ്രീമദ് മഹാഭാരതം. ആ മഹാഭാരതം തന്നെ ഒരു അഗ്രഗണ്യ സ്ഥാനം, ഇന്നും അതിന് ഉപരിയായിട്ടൊരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അവിടെ പറയാണ്, ഭക്തിയാഹി നിത്യകാമിത്വം നതു മുക്തിം വിനാഭവേത് അത കാമിതയാവാപി മുക്തിർ ഭക്തിമതാം ഹരി മുക്തിം ഭക്തിമതാം ഹരൗ. കാരണം ഇവിടെ ഭക്തന്മാരോട് അല്ലെങ്കിൽ ഭക്തിയോടുകൂടിയിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു രീതിയാണെങ്കിൽ അവരെന്താ ആഗ്രഹിക്കുന്നില്ല? അവര് മുക്തി ആഗ്രഹിക്കുന്നില്ല, അല്ലെ? നതാം മുക്തിം വിനാഭവേത്. ഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിക്കുമ്പോൾ മുക്തി അവിടെ കിട്ടുന്നില്ല. ആ മുക്തിയുടെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ മുക്തിക്ക് വേണ്ടിയിട്ട് ഭക്തന്മാര് ആഗ്രഹിക്കാറുമില്ല. എന്നാൽ എന്താണ്? മുക്തിം ഭക്തിമതാം ഹരോ. ഭഗവാന്റെ ഭക്തന്മാര് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്? അവര് മുക്തന്മാരാണ്. മുക്തന്മാരായവർക്കേ ഭക്തനാകാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിനകത്ത് വേറൊരു വൈശിഷ്ട്യം. അപ്പൊ ആ കാര്യത്തിൽ നോക്കിയാലും അങ്ങയുടെ മഹത്വം വെച്ച് നോക്കി കഴിഞ്ഞാല് ഭക്തോത്തമനായിട്ടുള്ള ആ രീതിയിൽ നോക്കിയാൽ പോലും അങ്ങ് ജിജ്ഞാസിതം സുസമ്പന്നം അപിതേ മഹദ് അത്ഭുതം. അത്ഭുതമാണ്. അങ്ങയുടെ മുഖത്ത് ഒരു വിഷാദം വരരുത്. ഇത്ര ജ്ഞാനസമ്പന്നനായിട്ടുള്ള ഭഗവാനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയേ ഉണ്ടാകാവുള്ളൂ, അല്ലേ? ആദ്യം തന്നെ പറഞ്ഞു സ്മയന്നിവ, നല്ല പുഞ്ചിരിയോടുകൂടി തന്നെയാണ് നാരദ മഹർഷി ചോദിച്ചതിന്റെ അർത്ഥം. അപ്പം അങ്ങയുടെ ആ പക്വമായിട്ടുള്ള അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ള ആ ജ്ഞാനത്തെയാണ് അങ്ങ് ഈ ഭാരതത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി വേദത്തിലാണേലും എന്താണ്? കിംവിധത്തെ കിമാചഷ്ടേ കിമന്യൂത് അവികൽപ്പയേത് ഇത്യസ്യാഹൃദയേ ലോകേ നാന്യോ വേദ കശ്ചന.
ഇനി ഉദ്ധവനോട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഉദ്ധവ, ഈ വേദം എന്ന് പറയുന്നത് അല്ലേ, നമ്മൾ പറഞ്ഞു 3 കാണ്ഡങ്ങളാണ് വേദം. ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ത്രികാണ്ഡ വിഷയോ വേദ. ഈ 3 കാണ്ഡങ്ങളെയും വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അല്ലേ മറ്റുള്ളവരിലേക്ക് പറയാൻ എന്ന് തയ്യാറാവുന്നുണ്ടെങ്കിൽ ഉദ്ധവ, അതൊരിക്കലും സാധ്യമല്ല ഉദ്ധവ. എന്താണ് കാരണം? കാരണം ഈ വേദത്തെ മനസ്സിലാക്കണമെങ്കിൽ ആർക്കേ സാധിക്കൂ? അത് ആ വേദസ്വരൂപനും വേദത്തെ മനസ്സിലാക്കുന്ന വ്യക്തിയും ഒക്കെ ആരാണ്? ഞാൻ തന്നെയാണ്. അതെനിക്ക് മാത്രമേ ഇനി ആ വേദത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി അതിനു വേണ്ടിയിട്ട് ആരും ഒരുമ്പെടണമെന്നില്ല എന്ന് ഉദ്ധവനോട് പറയുന്നുണ്ട് വേദത്തിന്റെ മഹത്വം. അപ്പം അതും ഒരു കാരണമായിട്ട് എടുക്കാം അല്ലെ ഇവിടെ. കാരണം തനിക്ക് അറിയാം എന്നുള്ള രീതിയിലാണോ ആ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുമ്പോൾ ഒരു ചെറിയൊരു അഹങ്കാരം ഉള്ളിലുണ്ടാവാം. സാഹങ്കാരം എന്ന് പറയും, നല്ല അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഈ അഹങ്കാരം ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ഇല്ലാതാവണമെങ്കിൽ നമ്മുടെ ഉള്ളില് ശുദ്ധത ഉണ്ടാവണം. നമ്മൾ എന്നാണോ നമ്മളുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടുമാണ് ഓരോ പ്രവൃത്തികളും ചെയ്യുന്നത് എന്ന് വിചാരിച്ചാൽ അവിടെ ആരുണ്ടാവില്ല? ഈശ്വരൻ ഉണ്ടാവില്ല. അപ്പൊ ആ ഈശ്വരന്റെ ഒരു മഹിമ അല്ലെങ്കിൽ ഈശ്വരന്റെ ഒരു അനുഗ്രഹക്കുറവാണോ കാരണം എന്നുള്ള സംശയാസ്പദമായിട്ടുള്ള രീതിയിലാണ് നാരദ മഹർഷിയുടെ സംഭാഷണങ്ങൾ. എന്തായാലും നമുക്ക് നോക്കാം. ജിജ്ഞാസിതമധീതം ച ബ്രഹ്മം യത്തൽ സനാതനം അഥാപി ശോചത്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അങ്ങ് എന്താണ് അറിയേണ്ടത്, അങ്ങ് തയ്യാറായത് എന്തിനെ കുറിച്ചാണ്? ബ്രഹ്മം യത് സനാതനം, സനാതനമായിട്ടുള്ള ഒരിക്കലും നാശമില്ലാത്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് ആ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ആ ബോധം മാത്രമേ ഉള്ളൂ നാശമില്ലാത്ത ഒരു വസ്തു എന്ന് പറയുന്നത്. അപ്പം ആ ബ്രഹ്മത്തെക്കുറിച്ചാണ് അങ്ങ് അറിയാൻ ശ്രമിച്ചതും അങ്ങ് അറിവ് നേടിയതും. എന്നിട്ടും അങ്ങയുടെ മുഖത്ത് ഇങ്ങനൊരു അകൃതാർത്ഥത വന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് അങ്ങ് ഒന്ന് പറയണം എന്ന് നാരദ മഹർഷി അവിടുന്ന് പറഞ്ഞു. കാരണം ഇതൊക്കെ നാരദ മഹർഷി അത്ഭുതപ്പെട്ട് തന്നെയാണ് ചോദിക്കുന്നത് അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ശരിക്ക്? അതായത് രോഗി ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ടും രോഗിയുടെ രോഗകാരണം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. വൈദ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും വൈദ്യനോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ആ വൈദ്യന് വേണ്ടതായിട്ടുള്ള ഒരു രോഗനിർണയത്തെ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ രോഗനിർണയം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ തുറന്ന് നമ്മളുടേതായിട്ടുള്ള അനുഭവങ്ങളെ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞാൽ മാത്രമേ ആ വൈദ്യന് വേണ്ട രീതിയിൽ അതിനെ വിധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ സ്വയം ചിന്തിച്ചു അല്ലെ, വേദവ്യാസ മഹർഷി സ്വയം ചിന്തിച്ചു. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതാഹ എന്നൊക്കെ പറഞ്ഞു. ഞാനിനി ഭഗവാന്റെ ധർമ്മങ്ങളെ കുറിച്ച് പരമഹംസന്മാരായിട്ടുള്ള ഭാഗവതോത്തമന്മാർക്ക് വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ ഞാൻ വിശകലനം ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനൊരു ആത്മസംതൃപ്തി കിട്ടാത്തത് എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള രോഗകാരണം അങ്ങ് സ്ഥിരീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് ഇപ്പോഴത്തെ വേദവ്യാസ മഹർഷിയുടെ അവസ്ഥ. അതാണ്. അപ്പം ആ രോഗകാരണം ഒന്ന് കണ്ടുപിടിച്ച് തരണം. അതാണ് വേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? രോഗകാരണത്തിന് അതിന് ഉത്തമമായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുനാഥനെ
അവിടെ വരണം. ആ ഗുരുനാഥനിൽ നിന്ന് മാത്രമേ അത് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാരണം ഭൗതികമായിട്ടുള്ള ഏത് ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഭൗതിക ജ്ഞാനത്തെ കൊണ്ട് മാറ്റാൻ സാധിക്കും. പക്ഷേ ആത്മീയമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ ആത്മസാക്ഷാത്കാരത്തിലേക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെ അത് നീക്കുവാൻ ഒരു ഗുരുനാഥന്റെ പ്രേരണയില്ലാതെ പറ്റില്ല. അത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് പറയും, ആത്മാവിനെ കണ്ടുപിടിക്കണമെങ്കിൽ അത് ആത്മാവിന് തന്നെ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ആ ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ അതിന് എന്ത് വേണം? ഗുരുനാഥൻ തന്നെ വരണം. അതിനെക്കുറിച്ച് ഗ്രാഹ്യമുള്ള ആ ഗുരുനാഥൻ വന്നെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഈ മാലിന്യങ്ങളെ മാറ്റി തന്നെങ്കിൽ മാത്രമേ അതിനെ തെളിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ വേദവ്യാസ മഹർഷി ഇനി ആ നാരദ മഹർഷിയോടായിട്ട് പറയുകയാണ്, അസ്ത്യേവമേ സർവമിതം ത്രയോക്തം. 5-ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തഥാപി നാബ്ധാ പരിതുഷ്യതേ തന്മൂലമവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. നാരദ മഹർഷിയോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. അങ്ങ് പറഞ്ഞു, ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ഭാരത ഗ്രന്ഥം രചിക്കാൻ സാധിച്ചതും അവിടുത്തെ വിഷയമായിട്ടുള്ള ബ്രഹ്മത്തെ അല്ലെങ്കിൽ ആ ഈശ്വരനെ കുറിച്ചുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെ? എന്താണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക, ആ ഉള്ളിലുള്ള ബോധം തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെ അങ്ങേക്ക് ചെയ്യാൻ സാധിച്ചു. എന്നിട്ടും അങ്ങേക്ക് ഈ വേണ്ട രീതിയിലുള്ള പറഞ്ഞോ മോനെ പറഞ്ഞോ അപ്പം ആ ബോധസ്വരൂപനാണ് ഈശ്വരൻ എന്നുള്ളത് വ്യക്തമായിട്ട് ഒരു ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വരെ അങ്ങേക്ക് സാധിച്ചു എന്ന് പറഞ്ഞത് അങ്ങ് പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. എന്നാൽ ഇവിടെ എൻ്റെ ആത്മാവിനൊരു സംതൃപ്തി കിട്ടിയിട്ടില്ല എങ്കിൽ അതിനൊരു മൂല കാരണമുണ്ടാവും. അസ്ത്യേവമേവം ത്വയോക്തം അങ്ങ് പറഞ്ഞത്. അപ്പൊ ഈ അവിടെ ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇനി ആരാണ് പറയുന്നത്? സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മാവിന്റെ മകനായിട്ടുള്ള നാരദ മഹർഷി. അതാണ് ശിഷ്യനിലുകൊണ്ട് പ്രാഗൽഭ്യം. എന്തുകൊണ്ടാണ് സ്വയംഭൂവായിട്ടുള്ള ബ്രഹ്മാവിന്റെ മകൻ നാരദൻ എന്നുള്ള രീതിയിൽ അവിടെ ഉദ്ദേശിച്ചത്? അങ്ങേക്ക് അത് പറയാം. അങ്ങേക്ക് ലൗകികമായിട്ടുള്ള മാതാപിതാക്കന്മാരില്ല, സ്വതന്ത്രനായിട്ട് അങ്ങ് നടക്കുന്നു, വേറൊന്നും ചിന്തിക്കേണ്ട. ഇങ്ങനെയുള്ള ആ ഭാരിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ തടസ്സമാകാവുന്ന ആയിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും അങ്ങയുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങേക്ക് സുഖമായിട്ട് ആത്മസാക്ഷാത്കാരത്തിലൂടെ കൂടുതൽ കൂടുതൽ അറിവിലേക്ക് അങ്ങേക്ക് എത്താൻ സാധിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അല്ലെ, ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനമായിക്കൊണ്ടാണ് എൻ്റെ ജീവിതം. അപ്പോ ഇതിൽ നിന്ന് പറഞ്ഞു വന്ന എന്താണ്? അതുകൊണ്ട് തഥാപിനാത്മാ പരിതുഷ്യതേ മേ തന്മൂലം അവ്യക്തമഗാധബോധം പൃച്ഛാമഹേ ത്വാത്മഭവാത്മഭൂതം. അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ത്, എൻ്റെ ദോഷം എന്താണ് എന്നുള്ളത് അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങയുടെ ആ ബോധതലത്തില് ശുദ്ധമായിട്ടുള്ള മനസ്സുകൊണ്ട് എല്ലാവരുടെയും ഉള്ളിലുള്ള കാര്യങ്ങളെ ഗ്രഹിക്കാൻ കൂടുതൽ സാധിക്കും. ധാരാളം സ്പേസ് ഉണ്ട് അല്ലേ? മറ്റു ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട്
കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് ജ്ഞാനം അങ്ങേക്ക് സിദ്ധിക്കാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങയുടെ ആ അറിവിനനുസരിച്ച് അങ്ങേക്ക് എല്ലാം പറഞ്ഞു തരാൻ സാധിക്കും. എനിക്ക് അതിനനുസരിച്ച് പറ്റുന്നില്ല. ത്രിഗുണങ്ങളിൽ ഞാൻ അതീതനായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ത്രിഗുണങ്ങൾക്ക് അതീതനാവാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ജ്ഞാനത്തിലൂടെ ഞാൻ പോയിരുന്നാലും ഈ ത്രിഗുണങ്ങൾ എന്നെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല. അങ്ങേക്ക് എല്ലാ വിഷയങ്ങളിൽ നിന്ന് ഏകാഗ്രമായിക്കൊണ്ട് അങ്ങയുടെ ഈ ആത്മസാക്ഷാത്കാരത്തിലൂടെ അങ്ങ് നടക്കുകയാണ്. അതുകൊണ്ട് അങ്ങേക്ക് ഇതിൻ്റെ ഒരു മൂലഹേതു എന്താണ് എന്ന് അങ്ങേക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുകൊണ്ട് അങ്ങ് അതെന്താണെന്നുള്ളത് കാണിച്ചു തരണം എന്ന് പറയുകയാണ്. ഇനി 6ാമത്തെ ശ്ലോകം നോക്കാം. സവീഭവാൻ വേദസമസ്ത ഗുഹ്യമുപാസിതോയൽ പുരുഷ പുരാണ പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യതിഗുണൈരസംഗ. ഇനി അവിടെ പറയാണ് അങ്ങ് ആരാണ്? നാരദ മഹർഷിയെ കുറിച്ച് പറയാണ് വേദവ്യാസ മഹർഷി. അങ്ങ് ആരാണ് ശരിക്ക്? സവൈ ഭവാൻ വേദസമസ്ത ഗുഹ്യമുപാസിതോയൽ പുരുഷ പുരാണ. അങ്ങക്ക് എല്ലാ രീതിയിലുള്ള ഗൂഢമായിട്ടുള്ള അല്ലെ, സൂക്ഷ്മാർത്ഥത്തിനെയാണ് ഗൂഢം, രഹസ്യമാണ് ഭാഗവതം എന്ന് പറയുന്നത്. ആ രഹസ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള മനുഷ്യനായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഗൂഢാർത്ഥത്തെ, ഈ രഹസ്യത്തെ മുഴുവൻ, ഭാഗവത രഹസ്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ള ഉപാസിത, സവേ ഭവാൻ വേദസമസ്ത ഗുഹ്യമുപാസിതോയൽ പുരുഷ പുരാണ. അങ്ങനെയുള്ള ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്. ആ ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ആ രഹസ്യങ്ങളെ മുഴുവൻ ഉപാസനയിലൂടെ അങ്ങേക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുരാണത്തെയും. എന്താണ് പുരാണം എന്ന് പറഞ്ഞാൽ? പുരാ അപി നവം, എന്നും പുതുമയായിക്കൊണ്ട് ഇരിക്കുന്ന. എന്തുകൊണ്ടാണ് എന്നും പുതുമയായിക്കൊണ്ടിരിക്കുന്നത്? ഭഗവത് കാര്യമായതുകൊണ്ട്, ഭഗവാന്റെ കഥയായതുകൊണ്ടാണ് ദിവസവും പുതുമയായിക്കൊണ്ടിരിക്കുന്നത്. കാരണം 5000 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ഈ ഭാഗവതത്തില് ഇന്നും നടക്കുന്ന കാര്യങ്ങൾ വേദവ്യാസ മഹർഷിക്ക് എഴുതാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വര തുല്യമാണ് ആ അറിവ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആ പുരാണത്തെയും ആ യാതൊരു പുരുഷനായിട്ടുള്ള ഭഗവാനെയും ഉപാസിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള വേദ സമസ്ത ഗുഹ്യം, വേദ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്, എന്തറിഞ്ഞിട്ട്? അതിൻ്റെതായിട്ടുള്ള രഹസ്യങ്ങളെ മുഴുവൻ, ആ ഭഗവത് രഹസ്യങ്ങളെ മുഴുവൻ വേണ്ട രീതിയിൽ അറിഞ്ഞതായിട്ടുള്ള അറിഞ്ഞതായിട്ടുള്ള ആളാണ് അങ്ങ്. പരാവരേശോ മനസൈവ വിശ്വം സൃജത്യവത്യതിഗുണൈരസംഗ. അതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളോടുകൂടി, അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങള് ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് നടക്കുന്ന ഈ ഭൗതിക ലോകത്തെ പോലും അതിജീവിച്ചിട്ടുള്ള ആളാണ് അങ്ങ്, അല്ലേ? ഈ ഗുണങ്ങൾക്കൊക്കെ അതീതനായെങ്കിൽ മാത്രമേ അപ്പൊ ലോകത്തെ മുഴുവൻ വ്യക്തമായിട്ട് ഒരേ കണ്ണുകളിലൂടെ കാണാൻ സാധിക്കും അങ്ങേക്ക്. എന്തുകൊണ്ടാണ്? ത്രിഗുണങ്ങൾക്കും അതീതനാണ് അങ്ങ്. അപ്പൊ ഈ ലോകത്തിലെ ഓരോ വ്യക്തികളിലെയും എല്ലാവരെയും കുറിച്ചും നല്ലൊരു ഗ്രാഹ്യം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട്. വേദ സമസ്ത ഗുഹ്യമുപാസിതോ യൽ പുരുഷ പുരാണ. ആ ഭഗവത് അല്ലെങ്കിൽ ഭഗവാനായിട്ടുള്ള പുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് വ്യക്തമായിട്ട് ആ ഭഗവത് രഹസ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള അങ്ങേക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ജഗത്തിനെ കുറിച്ചുണ്ടാവും. സൃജത്യവത്യതിഗുണൈരസംഗ. ത്രിഗുണങ്ങൾക്ക് അടിസ്ഥാനമായിക്കൊണ്ട് ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ഓരോന്നും ജഗത്തിൽ ഉണ്ടാകുന്നു, ആ കുറച്ചുനാൾ നിലനിൽക്കുന്നു, പിന്നീട് അത് നശിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഗുണാതീതനായിട്ടുള്ള ഒരാൾക്ക് വ്യക്തമായിട്ട്, അല്ലെങ്കിൽ ഈശ്വര തുല്യമായിട്ട് ഉള്ള ഒരു പരമഹംസന്മാർക്ക് അത് വ്യക്തമായിട്ട് ധരിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഭാവി നിശ്ചയിക്കാൻ പറ്റുന്നത്, അവർക്ക് ഭാവി പറയാൻ പറ്റുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്താണ് എൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് പറഞ്ഞു തരണം എന്ന് അവിടെ നാരദനോട് ആവശ്യപ്പെടുകയാണ്. പിന്നെ വീണ്ടും പറഞ്ഞു നാരദനോട്,
ത്വം പര്യടന്നർക്കൈവത്രിലോകീ മന്ദശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതോ വ്രതൈഃ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വ. അപ്പൊ ഇത്രയൊക്കെ ജ്ഞാനത്തെ സമ്പാദിച്ച അങ്ങ് ആരാണ്? ത്വം പര്യടന്നർക്കൈവ ത്രിലോകി, ഈ ത്രിലോകങ്ങളിൽ എല്ലായിടവും എത്തുന്നതായിട്ടുള്ള സൂര്യനാണ് അങ്ങ്, അല്ലെ? ആദിത്യന്റെ വെളിച്ചം ഒരു പക്ഷാഭേദവും ഇല്ലാതെ എല്ലാവരിലേക്കും എത്തുന്നു, എല്ലാ ഇടങ്ങളിലേക്കും എത്തുന്നു. അത്ഭുതമാണത്, അല്ലെ? എങ്ങനെയാണ്? നമുക്ക് ഒരു ചെറിയൊരു സുഷിരമുണ്ടെങ്കിൽ അതിലൂടെ ആ വെളിച്ചം, ആദിത്യന്റെ വെളിച്ചം എത്തുന്നു. അപ്പം ആദിത്യന്റെ വെളിച്ചം ചെല്ലാത്ത ഒരു സ്ഥലമില്ല. അതുപോലെയുള്ള ഒരു സൂര്യനാണ് നാരദ മഹർഷി എന്നാണ് പറയുന്നത്. എല്ലായിടങ്ങളിലും. അതെങ്ങനെയാണ്? യാതൊരുവിധ അല്ലെ പക്ഷാഭേദവും ഇല്ല. എന്നാൽ ഇന്നയാൾക്ക് കുറച്ച് വെളിച്ചം കൊടുത്തേക്കാം, അങ്ങനെയില്ല. ആദ്യത്തിനെ നമസ്കരിക്കുന്നവരും നമസ്കരിക്കാത്തവരും, ദുഷ്ടന്മാരായിക്കോട്ടെ ശിഷ്ടന്മാരായിക്കോട്ടെ, ആരായാലും ഒരേപോലെ ഇതിനെ എന്താ പറയാ, പ്രകാശത്തെ വേണ്ട രീതിയിൽ ഒരു ഫലേച്ഛ കൂടാതെ ഒരേ മനസ്സോടുകൂടി തരുന്ന ആളാണ് ആദിത്യൻ, അല്ലേ? നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് അതേപോലെയുള്ള ആളാണ് അങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെയോ ത്വം പര്യടന്നർക്ക ഇവ ത്രിലോകി, ഈ ത്രിലോകം മുഴുവൻ അങ്ങ് സഞ്ചരിച്ച് നടക്കുന്നു, ത്രിലോകങ്ങളിൽ മുഴുവൻ അങ്ങ് അങ്ങയുടെ ജ്ഞാനത്തെ എത്തിക്കുന്നു. പിന്നെയോ ത്രിലോകീം അന്തശ്ചരോ വായുരിവാത്മസാക്ഷി, അത് തന്നെയല്ല, അങ്ങക്ക് എല്ലായിടവും എത്താവുന്നത് തന്നെയല്ല, ഇനി അങ്ങ് എല്ലാവരുടെയും ഉള്ളിലുള്ള വായുവായിട്ട് തന്നെ സഞ്ചരിക്കുന്നു, അല്ലെ? വായുവായിട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മളുടെ വായു എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലൂടെ എന്താണ്, അന്തരത്തിലും ഉണ്ടാവും ബാഹ്യത്തിലും ഉണ്ടാവും. അപ്പൊ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും, ഇപ്പൊ ബാഹ്യമായിട്ട് എല്ലായിടത്തും എത്തുക എന്നുള്ളത് സൂര്യനെ കൊണ്ട് അവിടെ ഉപമിച്ചു. ഇനി എല്ലാവരുടെയും മനസ്സിലൂടെ ഹൃദയങ്ങളിലൂടെ അങ്ങേക്ക് നടക്കാൻ സാധിക്കും. അവിടെ വായുവിനെ പോലെ അങ്ങേക്ക് എല്ലാവരുടെയും ഉള്ളു മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്തശ്ചരോ വായുരിവാത്മസാക്ഷി പരാവരേ ബ്രഹ്മണി ധർമ്മതോ വ്രതൈ സ്നാതസ്യ മേ ന്യൂനമലം വിചക്ഷ്വ. അതുകൊണ്ട് അങ്ങേക്ക് അറിയാം എൻ്റെ ഇപ്പോഴത്തെ ഒരു ന്യൂനത എന്താണ് എന്നുള്ളത്. അവിടത്തേക്ക് മാത്രമേ അത് ധരിച്ചിട്ട് അറിയുള്ളൂ. അതുകൊണ്ട് എന്താണ് എൻ്റെ ന്യൂനത എന്നുള്ളത് അവിടെ നിന്ന് പറഞ്ഞു തരണം എന്ന് നാരദ മഹർഷിയോട് ആവശ്യപ്പെടുകയാണ്. പിന്നീട് നാരദൻ അവിടുന്ന് മറുപടി പറയാൻ ആരംഭിക്കുന്നു. അപ്പൊ ഇന്ന് എനിക്ക് കന്നഡ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നഷ്ടപ്പെടുകയല്ല, കാണാതെ പോയി. അതുകൊണ്ട് അത് പെട്ടെന്ന് സമയമായപ്പോൾ ഞാനത് ലൈവിൽ വന്നതാണ്. എന്തായാലും ആ കന്നഡ ഇല്ലാത്തതുകൊണ്ട് ശ്ലോകം നോക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇത്രയും ശ്ലോകങ്ങൾ ഇന്ന് പറഞ്ഞു. നാളെ എന്തായാലും കുറച്ച് കൂടുതൽ പറയാൻ നോക്കാം. എന്തായാലും ഇന്നത്തെ സത്സംഗം നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം മുമ്പോട്ട് പോകുന്നില്ല, ഇന്ന് കന്നഡ എടുത്തു വയ്ക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്നത്തെ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതിനെ കുറിച്ചൊന്ന് അനുസന്ധാനം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാം. ഇന്ന് നമ്മൾ എത്രാമത്തെ ശ്ലോകം വരെയാണ് നോക്കി പറഞ്ഞത്? 8ാമത്തെ ശ്ലോകം വരെ നമ്മൾ ഇന്ന് പറഞ്ഞു, അല്ലേ? ആ 8ാമത്തെ ശ്ലോകം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം തൊട്ട് നോക്കുക, അല്ലേ? ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? വിപ്രഷി ആയിട്ടുള്ളത്, രാജർഷി ആയിട്ടുള്ള, അല്ലെ വിപ്രഷിയും ദേവർഷിയും, അല്ലെ? 2 പേര്. ദേവന്മാരിലെ ഋഷിമാരെ പോലെ ജീവിക്കുന്നവരെയാണ് ദേവർഷി എന്ന് വിളിക്കുന്നത്, അത് നാരദ മഹർഷി. വിപ്രഷി എന്ന് വിളിക്കുന്നത് ബ്രാഹ്മണരിലെ ഋഷിമാരെ പോലെ ജീവിച്ച വേദവ്യാസ മഹർഷി. ആ വേദവ്യാസ മഹർഷി ഒരു ഇരിപ്പിട ഇട്ടുകൊടുത്തു സ്വസ്ഥമായിട്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ആതിഥേയ മര്യാദയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അത് നമ്മൾ പറഞ്ഞില്ല. ഒരാള് നമ്മളുടെ ഗൃഹത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട മര്യാദ എന്താണ്? അവരെ പൂജിക്കുക എന്നുള്ളതാണ്.
പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? കർപ്പൂരം ഒഴിഞ്ഞ് മണിയടിച്ച് പൂജിക്കുക അല്ലല്ല. അവർക്ക് എന്താണോ അപ്പോൾ കൊടുത്താൽ അവർ പൂജിക്കപ്പെടുന്നത്, ആദരിക്കപ്പെടുന്നത്, ഇഷ്ടപ്പെടുന്നത്, അനുഭവപ്പെടുന്നത്, ഇതൊക്കെയാണ് പൂജിക്കുക. അവർക്ക് വേണ്ടതിന് അനുസരിച്ച് നമ്മൾ ചെയ്യുക അല്ലെ. ഇന്നലെ നമ്മൾ പറഞ്ഞു 6 മണിക്ക് അല്ലെ മുത്തശ്ശി കുങ്കുമപ്പൂവിന്റെ കഥ ചോദിച്ചാൽ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. അപ്പൊ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് ആ വന്ന ക്ഷീണം മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവർക്ക് ആഹാരമോ അല്ലെങ്കിൽ അവരുടെ ദാഹമോ വിശപ്പോ ഒക്കെ മാറ്റിയതിന് ശേഷമേ നമ്മൾ സംസാരിക്കാൻ ആരംഭിക്കാവുള്ളൂ. അങ്ങനെയുള്ള ഒരു നല്ലൊരു ശിഷ്ടാചാരത്തെയാണ് ഇവിടെ വേദവ്യാസ മഹർഷി നമുക്ക് ആദ്യം തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് അല്ലേ. നാരദ മഹർഷിയെ അവിടെ പൂജിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് സ്മയന്നിവ, പുഞ്ചിരി തൂകിക്കൊണ്ട് നാരദ മഹർഷി ചോദിച്ചു എന്ന് പറയാണ്. എന്തിനാണ് പുഞ്ചിരി തൂകിക്കൊണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞ അല്ലെ, പിന്നെ ആ വ്യാസന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമ്മളുടെ ഏത് വിഷമങ്ങളും ഇല്ലാണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ചിരിച്ച് സംസാരിച്ചാൽ മതി എന്ന് പറയും. നമ്മളുടെ ഈ ചിരി കൊണ്ട് തന്നെ അവരുടെ എത്ര കണ്ട് ദുഃഖമുണ്ടോ അത് ഒരുവിധമൊക്കെ അവിടുന്ന് ഇല്ലാണ്ടായി കിട്ടും, ഒന്ന് കുറഞ്ഞു കിട്ടുമെന്നർത്ഥം. അപ്പം ആരോടാണേലും നമ്മളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ സാധിക്കണം. അത് യഥാർത്ഥമായിട്ടുള്ള ചിരി തന്നെ ആവണം. യഥാർത്ഥമായിട്ടുള്ള ചിരി ആവണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ മനസ്സ് ശുദ്ധമാവണം. ഈ മനസ്സ് ശുദ്ധമാവുമ്പോൾ മാത്രമേ നമുക്ക് തുറന്നു ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. തുറന്നു ചിരിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ. അപ്പൊ ഈ നമ്മളുടെ മനസ്സ് ശുദ്ധമായിട്ട് തുറന്നു ചിരിക്കുമ്പോഴേക്കും ഈ ശുദ്ധത തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോഴേക്കും തന്നെ അവരുടെ ഒരു പകുതി ഭാരം കുറയുകയാണ് ശരിക്കും അല്ലേ. നമുക്കൊക്കെ അനുഭവമായിട്ടുള്ളതാണ്. അതേ ഒരു രീതി തന്നെയാണ് ഇവിടെ നാരദ മഹർഷി എടുത്തത്. പക്ഷെ നാരദ മഹർഷി ഒന്നും കൂടി എടുത്തു. എന്താണ്? ഈ വേദവ്യാസ മഹർഷിയുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പൊടിക്ക് ഒരു അഹംഭാവം വന്നിട്ടുണ്ടെങ്കിൽ അത് താൻ മനസ്സിലാക്കി എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് അവിടെ ചിരിച്ചു. സ്മയന്നിവ. കാരണം എന്താണ്? നമ്മള് കുട്ടികളെ ആയിക്കോട്ടെ സുഹൃത്തുക്കളെ ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുക്കളുണ്ടെന്ന് വെച്ചോളൂ. ഈ സുഹൃത്തുക്കൾക്ക് അവര് ഒരു വേണ്ടാത്ത ഒരു വഴിയിലൂടെ അവർ യാത്ര ചെയ്യുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ അല്ലേ, നമുക്ക് അവരോട് നേരിട്ട് പറയാനും പറ്റുന്നില്ല. എന്നുവെച്ചാൽ ആ ഒരു ബന്ധം കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നല്ല നല്ല കാര്യങ്ങളിൽ അവരിലേക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് അവരെ കൂടുതൽ നമ്മളോട് അടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കും അല്ലേ. അടുപ്പിക്കാൻ ശ്രമിച്ചതിന് ശേഷമേ നമ്മൾ അവരുടേതായിട്ടുള്ള ദോഷങ്ങളെ ഇന്നത് നിനക്ക് ദോഷമാണ്, അതിൽ നിന്ന് നീ ഒഴിവായി നിൽക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപദേശിക്കും അല്ലേ. അപ്പൊ ആദ്യം തന്നെ ഉപദേശമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. അതിന് പകരം എന്ത് ചെയ്യണം? നമ്മൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ്. അവരുടെ ഗുണഗണങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇന്ന് അവരുമായിട്ടൊരു യോജിപ്പ് വന്നുകൊണ്ടുകൂടി എന്ന രീതിയിലാണ് ഇവിടെ വേദവ്യാസ മഹർഷി എന്ത് ചെയ്തത്? ഒന്ന് സ്മയന്നിവ, ഒന്ന് ചിരിച്ചുകൊണ്ട് സംസാരിച്ചത് എന്ന് പറയാണ്. അപ്പൊ അതാണ് ആ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഇവിടുന്ന് നാരദ മഹർഷി ചോദിക്കുകയാണ് ഓരോന്നും അല്ലെ. പരാശരന്റെ മകനായിട്ടുള്ള വേദവ്യാസൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരാശരന്റെ മകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്ര കുലം കൊണ്ട് ജ്ഞാനത്തിന് അധികാരമുള്ള ആളാണ് എന്നുള്ളത് കാണിക്കുന്നു. എന്നിട്ടും അങ്ങക്ക് ഈ ഒരു വിഷമം വരാനുള്ള കാരണം മനസ്സിലാകുന്നില്ല. അപ്പം എന്താണ്? ഈ വേദവ്യാസ മഹർഷിയിൽ നിന്നും തന്നെ എന്താണ് അതൊന്ന് പറയിപ്പിക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ്. ഏത്? ഈ ഈശ്വര സങ്കല്പത്തോടു കൂടി അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹത്തിന്റെ പോരായ്മയാണ് തനിക്ക് സംഭവിച്ചത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. അത് തന്നെയാണ് വേദവ്യാസ മഹർഷിയും അല്ല നാരദ മഹർഷിയും ഉദ്ദേശിച്ചത്. അപ്പോ ആ നാരദ മഹർഷിയുടെ ചോദ്യങ്ങളൊക്കെ പിന്നീട് ആ രീതിയിലായിരുന്നു. അങ്ങ് മഹാഭാരതം അല്ലെ, വേദങ്ങളെ ധർമ്മങ്ങളെയും അധർമ്മങ്ങളെയും അനുസ്മരിക്കുന്നതായിട്ടുള്ള എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് അങ്ങ്
ഭാരതത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. പക്ഷേ വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് അത് എത്തിയിട്ടില്ല. എന്താണ് അതിന്റെ കാരണം? അല്ല, നമ്മൾ പറഞ്ഞു നമുക്ക് ഭൗതികമായിട്ടുള്ള ഏത് ശ്രേയസിനും കാരണം നമ്മളുടെ ബുദ്ധിയും, അല്ലെ, അല്ലെങ്കിൽ മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ഏത് കാര്യത്തിനും അത് വേണ്ട രീതിയിൽ അത് ശ്രേയസിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ബോധസ്വരൂപൻ വിചാരിക്കണം. വേണ്ടേ? നമുക്ക് എത്ര കണ്ട് ജ്ഞാനം ഉണ്ടായിക്കോട്ടെ, ഏത് വിഷയത്തെക്കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ആ ജ്ഞാനം വേണ്ട വിധത്തിൽ ഫലപ്രാപ്തി ആകണമെങ്കിൽ എന്ത് വേണം? ആത്മീയമായിട്ടുള്ള ജ്ഞാനം. ആ ബോധസ്വരൂപൻ അത് വേണ്ട രീതിയിൽ അത് പ്രവർത്തിച്ചു തരണം. അപ്പൊ ആ ബോധസ്വരൂപനെ കുറിച്ച് അങ്ങ് ഒന്ന് വിട്ടുപോയോന്ന് സംശയം എന്നുള്ള രീതിയിൽ, അല്ലെ, അപരോക്ഷമായിട്ട് വേദവ്യാസ മഹർഷിയോട് അവിടുന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അതിലൂടെ തന്നെ വേദവ്യാസ മഹർഷിക്കും ഇതെല്ലാം വ്യക്തമായിട്ട് ധാരണയാവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് നാരദ മഹർഷി ഇതുപോലെ, അല്ലെ, ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ദോഷത്തെക്കുറിച്ച്. അപ്പോഴാണ് ഇനി നാരദ മഹർഷി അത് വ്യക്തമായിട്ട് എനിക്ക് ധരിപ്പിച്ചു തരണം, അല്ലെങ്കിൽ നാരദ മഹർഷിയിൽ നിന്നും എനിക്കൊരു ഗുരുപദേശം വേണം. ആ ഗുരുപദേശത്തിന്റെ ഗുരുത്വത്തിന്റെ കുറവാണ് എന്നുള്ളത് അവിടെ നിന്ന് ധരിച്ചു വേദവ്യാസൻ, നാരദ മഹർഷിയുടെ ആ പെരുമാറ്റങ്ങളെ കൊണ്ട്. അപ്പോ അതിനു ശേഷം വേദവ്യാസ മഹർഷി അങ്ങോട്ട് പറയാണ്, അങ്ങ് ആരാണ്? നാരം, അല്ലെ, ദദാതി നാരം യോ പരമാത്മക വിഷയം ജ്ഞാനം യോ ദദാതി ഇതി നാരദ. ആ പരമാത്മക വിഷയമായിട്ടുള്ള പരമജ്ഞാനത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ആളാണ് നാരദൻ എന്നുള്ളത് എനിക്കറിയാം. എന്താണ് പരമാത്മക വിഷയം? അതായത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങളുടെ സർവഭൂത ഹൃദയം, അവരുടെ ഉള്ളിലെ ഹൃദയത്തെ മനസ്സിലാക്കുവാൻ, വായിക്കുവാൻ പറ്റുന്ന ഒരാളാണ് അങ്ങ് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ഈ ആത്മചിന്ത എന്താണ്, ഇങ്ങനെ ഈ ആത്മസംതൃപ്തി ഇല്ലാതെ വന്നത് എന്താണെന്നുള്ളതെന്ന് അവിടുന്ന് പറഞ്ഞു തരണം. അത് അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അങ്ങേക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നാരായണ 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 നാരായണ. അപ്പൊ അത് അങ്ങേക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് അത് വേണ്ട രീതിയിൽ അത് പറഞ്ഞു തരാൻ അങ്ങ് തയ്യാറാവണം. പിന്നീടോ പിന്നെ പറഞ്ഞു, ഈ വേദങ്ങള് അല്ലെങ്കിൽ ഈ ആത്മതത്വത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഗൂഢമായിട്ടുള്ള ജീവിത രഹസ്യങ്ങളെ മുഴുവൻ ഉപാസനയിലൂടെ അങ്ങ് സ്വാധീനിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് വേണ്ട രീതിയിൽ ആ ഉപാസന കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ള അങ്ങേക്ക് എൻ്റെ ന്യൂനത എന്താണെന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ട്? തൊമ്പര്യടന്നർക്കൈവ ത്രിലോകി, ഈ ത്രിലോകങ്ങളിൽ മുഴുവൻ ബാഹ്യമായിട്ട് സൂര്യനെ പോലെയും ആന്തരികമായിട്ട് വായുവിനെ പോലെയും സഞ്ചരിക്കുന്ന അങ്ങേക്ക് എൻ്റെ അന്തരംഗത്തിലുള്ള പ്രശ്നങ്ങളും ബാഹ്യത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ അങ്ങേക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതുകൊണ്ട് നാരദ മഹർഷി, ഗുരുനാഥ സ്ഥാനത്തായിട്ടുള്ള നാരദ മഹർഷി അവിടുന്ന് എൻ്റെ ന്യൂനത എന്താണെന്ന് അവിടുന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെടുകയാണ് വേദവ്യാസ മഹർഷി. ഇപ്പൊ നാരദ മഹർഷി ആദ്യം ഈ 2-3 വാക്കുകളെ കൊണ്ട് പറഞ്ഞതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്, അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സൂതൻ ശൗനകാദികളോട് പറഞ്ഞു, യഥാധീതം യഥാമതി, എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു തരാം, എന്തൊക്കെയോ ഒരു കൂട്ടം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ധരിപ്പിക്കുന്ന രീതിയിലാണ് അവിടെ പറയുന്നത്. എന്തൊക്കെയോ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ ബുദ്ധിക്ക് ആവുന്ന വിധം ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു തരാം എന്ന് സൂതൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തൊക്കെയോ അറിയാമെന്നുള്ളത് പറഞ്ഞു. അവിടെ അത് ചോദിക്കണം, അല്ലേ? അത് ശൗനകാദികൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ നാരദ മഹർഷിയും അങ്ങയുടെ ന്യൂനത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിക്കൊണ്ട് വേദവ്യാസനോട് പറയുകയാണ്. അപ്പൊ വേദവ്യാസന് മനസ്സിലായി, നാരദ മഹർഷിക്ക് ഇത് അറിയാം എന്നുള്ളതൊരു കാര്യം മനസ്സിലായി.
അതുകൊണ്ട് ആ നാരദ മഹർഷിയോട് പറയുകയാണ്, അങ്ങ് അതുകൊണ്ട് എനിക്ക് എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവരെയാണ് നമ്മളിപ്പോൾ ഇന്ന് അനുസ്മരിച്ചത്. നാളെയും ഇതുപോലെ തന്നെ 2:30 ഉണ്ടാവും. ഞാൻ കണ്ണട എടുത്തു വയ്ക്കാം. ഇന്ന് കണ്ണട എവിടെയോ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പം കണ്ണട ഇല്ലാത്ത രീതിയിലാകുമ്പോൾ എനിക്ക് ശ്ലോകങ്ങൾ നോക്കാൻ പറ്റുന്നില്ല, ചെറിയ അക്ഷരങ്ങളും ആയതുകൊണ്ട്. ഓക്കെ, എന്തായാലും അപ്പം ഇന്നത്തെ സത്സംഗം നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ ഗുരുനാഥൻ്റെ പാദങ്ങളിലും ഇന്ന് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളാകുന്ന ഈശ്വര സ്വരൂപന്മാരും സ്വരൂപിണികളുമായിട്ടുള്ള എല്ലാവരുടെയും പാദങ്ങളിൽ ഇന്നത്തെ ചെറിയ ഒരു പദ സമൂഹങ്ങളാകുന്ന അല്ലേ, ഇന്ന് പൂക്കൾ കുറച്ച് കുറഞ്ഞു പോയി. കാരണം എൻ്റെ തന്നെ തെറ്റാണ്, ഞാൻ കണ്ണട എടുത്ത് വയ്ക്കാത്തതുകൊണ്ട് നമുക്ക് ശ്ലോകം നോക്കിക്കൊണ്ട് പറയുമ്പോഴേ അതിന് സുഖാവുള്ളൂ. അപ്പം ഇന്നത്തെ സത്സംഗം നമുക്കിവിടെ പൂർത്തിയാക്കാം. ഇനി ഒരു 3 ചോദ്യങ്ങൾ പതിവ് പോലെയുള്ളത് നമുക്ക് വിടണ്ട അല്ലേ, ഒറ്റ വാക്കിനായിട്ടുള്ള ഉത്തരങ്ങൾ പറയാം, അല്ല ചോദ്യങ്ങളാവാം. ദേവർഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ദേവർഷി എന്ന് ആരെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് ഈ അധ്യായത്തിൽ? ഒന്ന്. രണ്ടാമത്തത് വിപ്രഷി. വിപ്രഷി എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണ് വിപ്രഷി എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം? ഇവിടെ ആരെയാണ് വിപ്രഷി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്? 2. പിന്നീട് എന്താണ്? നാരദ മഹർഷിയുടെ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നാരദ മഹർഷി ഈ വേദവ്യാസന് വേണ്ടതായിട്ടുള്ള ഉത്തരങ്ങളെ കൊടുക്കുവാൻ വേദവ്യാസ മഹർഷിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നാരദ മഹർഷിയെ ഈ അന്തരംഗത്തിലും ബാഹ്യമായിട്ടും ഒക്കെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ആ ഒരു ചോദ്യം. നാരദ മഹർഷി വേദവ്യാസന്റെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ഉത്തരം തരാൻ തയ്യാറാണെന്ന് വേദവ്യാസ മഹർഷി അങ്ങോട്ട് പറയുകയാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തിനോട് ഉപമിച്ചുകൊണ്ടാണ് വേദവ്യാസ മഹർഷി അത് നാരദ മഹർഷിയെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ നാരദ മഹർഷിയോടായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? ഈ 3 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക, കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് ചെയ്യുക. നിങ്ങൾക്കറിയാവുന്നതായിട്ടുള്ള ആ ഒരു രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാകുന്ന ആശയങ്ങളും കൂടെ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ കൂടുതൽ ചിന്തയ്ക്ക് അടിസ്ഥാനമുണ്ടാവും. എന്തായാലും പതിവ് പോലെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നാളെ ഇതുപോലെ തന്നെ 2:30 നാളെ. മറ്റന്നാൾ മാറ്റം ഉണ്ടാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ 2:30 ആകുമ്പോഴാണ് നാളത്തെ സത്സംഗവും. 2:30 തൊട്ട് 4 മണി വരെ എന്ന് ഉദ്ദേശിക്കുന്നു. നാളെ കണ്ണടയൊക്കെ എടുത്ത് വയ്ക്കാം. ഇന്നത്തെ നമുക്ക് ഈ സത്സംഗങ്ങളിൽ നിന്ന് നമുക്ക് എന്നും നമ്മൾ പ്രാർത്ഥിക്കാറുള്ള മനോവാകർമ്മങ്ങളിലുള്ള ശുദ്ധത നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ആ ഭഗവാന്റെ ദിവ്യ നാമമായിട്ടുള്ള സത്യം പരം ധീമഹി എന്നുള്ള ദിവ്യനാമം 3 ജപിച്ചുകൊണ്ട് ഇന്ന് ഈ സത്സംഗം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം. സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.
സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.